ശ്രീനാഥ്, ഇവിടെ ഈ EVM മെഷീനുകളിലെ ക്രമക്കേട് സംബന്ധിച്ചിട്ടുള്ള ആരോപണം, അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട പോളിംഗിനിടെ സംഘർഷമുണ്ടായ മേഖലകൾ, ഇവിടുത്തെ പോളിംഗ് ബൂത്തുകളിലാണല്ലോ ഇപ്പോൾ റീപോളിംഗ് നടക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ? സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുകയാണോ? GK സൗത്ത് 24 പർഗാനസ് ജില്ലയിലാണ് ഏറ്റവും അധികം സംഘർഷങ്ങൾ ഈ രണ്ടാം ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ആ ജില്ലയിലാണ് റീപോളിംഗ് നടക്കുന്നതും. 2 മണ്ഡലങ്ങളാണ്, മഗരഹാത്ത് പശ്ചിമവും ഒപ്പം തന്നെ ഡയമണ്ട് ഹാർബർ എന്നീ 2 മണ്ഡലങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് മഗരഹാത്ത് പശ്ചിം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത്. 11 ബൂത്തുകളിലാണ് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഖോല നോയ്പാറ എന്നൊരു സ്കൂളിലാണ്. സ്കൂളിലെ ബൂത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 12:30 അടുക്കുകയാണ്. ഈ സമയത്ത് നല്ല തിരക്കുണ്ട്. രാവിലെ ഇതിലും വലിയ ക്യൂ ഇവിടെ കാണാമായിരുന്നു. അതുകൊണ്ട് ഒന്നാം ഘട്ടത്തിലേതിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലേതിന് സമാനമായ രീതിയിൽ തന്നെ റീപോളിംഗിലും വോട്ടിംഗ് നടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ 15 ബൂത്തുകളിലും കാര്യമായ പോളിംഗ് രാവിലെ മുതൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് വോട്ടർമാർ റീപോളിംഗിലും കാര്യമായി തന്നെ വലിയ ആവേശത്തോടെ സഹകരിക്കുന്നുണ്ട്. എവിടെ നിന്നും ഒരു അക്രമ സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റോയ് നഗർ സ്കൂളിലെ ബൂത്തിൽ നിന്ന്, ഈ 15 ബൂത്തുകളിലൊന്നായ റോയ് നഗറിൽ പോളിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്ന് വോട്ടിംഗ് അല്പസമയം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിലധികം തടസ്സപ്പെട്ടു എന്നതാണ് വോട്ടർമാരുടെ പ്രതികരണമായി വാർത്താ ഏജൻസിയിൽ കണ്ടത്. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെവിടെയും കാര്യമായ സംഘർഷങ്ങളില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കേന്ദ്ര സേനയാണ് മുഴുവൻ നിയന്ത്രണവും, ഈ പോളിംഗ് ബൂത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കേന്ദ്ര സേനയുടെ പക്കലാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് സമാധാനപൂർവ്വമായ മികച്ച പോളിംഗ് ഈ ഘട്ടത്തിൽ നടക്കുന്നു, റീപോളിംഗിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരവുമാണ്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.